എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തോറാനയാണല്ലോ, അതുകൊണ്ട് പള്ളി പാട്ട് കേൾക്കുന്നാട്ടോ നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് തോറാന ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ, രാവിലെ ഒന്നും മഴയില്ല. അങ്ങനെ ഞാനിന്ന് ചപ്പാത്തി മസാലക്കറി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ചപ്പാത്തിക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാട്ടോ കുഴയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെ പൊടി ചേർത്തിട്ടാണല്ലോ എല്ലാവരും പരത്തുന്നത്. ഞാനിങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത്. അപ്പോഴാണെങ്കിൽ ഈ ദോശക്കല്ലിൽ ഇങ്ങനെ പൊടി പോലെ പിടിക്കില്ലല്ലോ. അപ്പോഴത്തേനും പിന്നെ കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നത് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടോ. പിന്നെ മസാലക്കറി ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക്, കറിവേപ്പില, സവോള അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കേട്ടോ. വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നവരം വരെ ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കഷ്ണം വേകുന്ന വെള്ളം അങ്ങനെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടണം കേട്ടോ. ഞാൻ പയറാണ് ഇട്ടത്, ബീൻസ് ഇല്ലാത്തത് കൊണ്ട്. പിന്നെ അത് മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർക്കണം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ജീരകം കൂടെ അരച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ചേർക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അത് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേനും അതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ. അങ്ങനെ അത് തിളച്ച് വരുമ്പോഴത്തേനും തിളച്ച് ഇതാവാൻ പാടില്ല, അപ്പോഴത്തേനും അത് വാങ്ങി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. ഒരു സൈഡിൽ നിന്ന് ഞാൻ ചപ്പാത്തി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആക്കി കൊടുക്കുക. പിന്നെ ചേട്ടായി പോയട്ടോ. എണ്ണ വെച്ചിട്ട് പരത്തിയാൽ ഇതേപോലെ അതിന് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ചപ്പാത്തി. ഞാനിവിടെ വന്നിട്ട് ചേട്ടായി പറഞ്ഞു തന്നിട്ടാട്ടോ, എൻ്റെ കെട്ടിയവന് പറഞ്ഞു തന്നിട്ടാട്ടോ ഈ ഐഡിയ എനിക്ക് മനസ്സിലായത്. ഇല്ല ഞാനും വിചാരിക്കായിരുന്നു ഇങ്ങനെ ചപ്പാത്തി പരത്തുമ്പോൾ ഇങ്ങനെ പൊടിയെല്ലാം ആവുമല്ലോ, ചിലപ്പോൾ അത് കരിഞ്ഞു പിടിക്കും അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ചേട്ടായി പോയി. പിന്നെ ഞാനും കുഞ്ഞും ഇരുന്നിട്ട് കഴിച്ചിട്ടോ. മമ്മിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും കുഞ്ഞും കൂടി ഇരുന്നിട്ട് കഴിച്ചു. ചേട്ടയുടെ കൂടി ഇരുന്ന് കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. ചേട്ടയുടെ കൂടി ഇരിക്കുവാണെങ്കിൽ അനങ്ങാണ്ടിരുന്ന് നല്ലോണം കഴിച്ചോളുവേ. എൻ്റെ കൂടെ ഇരുന്നാൽ അങ്ങനെ കഴിക്കൽ കുറവാണ്, എന്നെ തീറ്റിക്കാൻ നോക്കുവേ. ഒരു പീസ് മുറിച്ച് കൊടുത്തപ്പോൾ അത് കറിക്കകത്ത് മുക്കിയിട്ടോ. എന്നാൽ അത് കഴിക്കുമെന്ന് വെച്ചാൽ അതില്ല, അതെൻ്റെ വായിലേക്ക് വെച്ച് തരുവേ. അത് എരിവ് ഒട്ടും പറ്റാതെ ആയിപ്പോയി, എന്നാന്ന് ആർക്കറിയാം. ചെറുപ്പത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നേ, എന്നാലും അത്ര കഴിക്കാറില്ല അവൻ. പിന്നെ കഴിച്ചെഴുന്നേറ്റപ്പോഴത്തേനും മീൻചേട്ടൻ വന്നിട്ടോ. അപ്പം മത്തി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നത്തലുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കൽ ഇച്ചിരി പാടാണല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ മത്തി തന്നെ മേടിച്ചു. അത് കഴിഞ്ഞ് അതവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് കുറേയേറെ പാത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി ഒതുക്കുക കേട്ടോ. ഞാനിങ്ങനെ ലാസ്റ്റേ കഴുകാറുള്ളൂ. ചില സമയത്ത് അപ്പം കഴുകി വെക്കും. പിന്നെ കുഞ്ഞ് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ലാസ്റ്റേ കഴുകുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടോ. അവനെ ഞാൻ ഈ പനിക്കൂർക്കയോ തുളസി എന്തെങ്കിലും ഇട്ടിട്ടാണ് കുളിപ്പിക്കാറ്. അത് കഴിഞ്ഞ് മീൻ വെട്ടാൻ വേണ്ടിയിട്ട് നിന്നു. കുഞ്ഞപ്പം അപ്പുറത്ത് മമ്മിയുടെ അടുത്ത് കളിച്ചുകൊണ്ടുണ്ട് കേട്ടോ. മമ്മി അലക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കുരുത്തക്കേടും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം മീൻ വെട്ടിയിട്ട് അത് വറക്കാമെന്ന് വിചാരിച്ചു. കറി ഞാൻ വേറെ ആയിട്ട് വെക്കുന്നത്, മീനല്ല. അപ്പം അതെല്ലാം കൂടി വറക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് ഓർത്തട്ടോ. ഞാൻ മീൻ വെട്ടിയതിനകത്ത് പകുതിക്കകത്ത് മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. ഇതെല്ലാം മുളകിട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് മുളകെടുത്തിട്ട് അതിലേക്ക് വരട്ടിയിട്ട് ഞാനവിടെ വെക്കുക. ചിലപ്പോൾ കുഞ്ഞ് കഴിക്കുകയും ചെയ്യും, അതുകൊണ്ട് അങ്ങനെ അത് വരട്ടി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പരിപ്പ് കറി ആക്കാമെന്ന് ഓർത്തട്ടോ. അങ്ങനെ പരിപ്പ് കഴുകി കുക്കറിനകത്ത് ഇട്ടു. പിന്നെ തക്കാളിയും പച്ചമുളകും സവോളയും കൂടെ അരിഞ്ഞിട്ട് പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 3 വിസിലാവുന്നിടം വരെ ഞാനൊരു സ്പൂണും കൂടെ അതിനകത്തേക്ക് ഇടും കേട്ടോ. ഇല്ലെങ്കിൽ അത് തിളച്ച് ചാടുമല്ലോ. സ്പൂൺ ഇടുവാണെങ്കിൽ തിളച്ച് ചാടത്തില്ല. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്, വലിയ മഴയല്ല. ഒരു സൈഡിൽ നിന്ന് കുഞ്ഞ് കുരുത്തക്കേടും കാണിക്കുന്നുണ്ട്. അവൻ കുരുത്തക്കേട് കാണിച്ച് ലാസ്റ്റ് എൻ്റെ പണിയെല്ലാം തീർന്നു കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു പണിയാക്കി വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഓർക്കും അനങ്ങാണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. വെള്ളം എടുത്ത് അവിടെ എല്ലാം ഒഴിച്ച് ഒരു പണിയാക്കും എനിക്ക്. അത് കഴിഞ്ഞ് എൻ്റെ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നേ. അതൊരു ചട്ടിക്കകത്തേക്കാക്കി അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ കടുക് വറുത്ത് ചേർക്കും കേട്ടോ. കടുക് വറുത്ത് ചേർക്കുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും അതൊക്കെ ഇട്ടിട്ടാട്ടോ ചേർക്കുന്നത്. അതാണ് നല്ലതായിരിക്കും, ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ഉള്ളി ചേർത്തിട്ട് ആക്കുവാണെങ്കിൽ പിന്നെ വെളുത്തുള്ളിയും ചതച്ചിടും കേട്ടോ. അത് കഴിഞ്ഞ് അത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ലപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുവേ. അത് കഴിഞ്ഞ് ഞാൻ ഞരമ്പനില്ലേ, അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീളത്തിലാട്ടോ കട്ട് ചെയ്തിട്ട് തോരൻ വെക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്ത് തോരൻ വെക്കുക കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് മൂടി വെക്കും, നല്ലപോലെ മിക്സ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഞാൻ മീൻ വറുത്തിട്ട് ഇപ്പോൾ ഉച്ചത്തേക്ക് മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുക ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം അപ്പോൾ വറുത്താൽ മതിയല്ലോ, ഇല്ലെങ്കിൽ ചൂടാറിയിട്ടുണ്ടാവും. ഒന്നാമത് ഇപ്പോൾ തണുപ്പുമല്ലേ, അങ്ങനെ ബാക്കി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും. ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ മുട്ടയും കൂടെ വറുക്കുന്നുണ്ട് കേട്ടോ. അത് കാണിക്കുന്നില്ല, അത് മൊത്തം പൊട്ടിത്തെറിക്കാതെ കൊണ്ട് പിന്നെ അത് കാണിച്ചില്ല. അങ്ങനെ മീൻ വറുത്തിട്ട് സോയാബീനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തിളച്ച വെള്ളത്തിനകത്ത് സോയാബീൻ ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് അത്
തിളച്ച വെള്ളത്തിൽ നിന്ന് എടുക്കും കേട്ടോ. എടുത്തിട്ട് അത് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ പിഴിഞ്ഞെടുക്കണം. നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പും കറുവപ്പട്ടയും ഏലക്കയും പിന്നെ പെരിഞ്ചീരകമില്ലേ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തക്കാളിയും സവോളയും കൂടെ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ. അതും കൂടെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ സോയാബീനും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ സോസിന് പകരം ഞാൻ തക്കാളിയും പഞ്ചസാരയും കൂടെ അടിച്ചെടുത്തിട്ട് അതിനകത്ത് വയ്ക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. അത് നല്ലപോലെ വറ്റി വരണം. അപ്പോഴത്തേനും സോയാബീൻ റെഡിയാവും. ഒരു മുട്ട അപ്പോഴത്തേനും അപ്പു വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കിഷോറൂട്ടനാട്ടോ അപ്പുവിൻ്റെ വണ്ടിയിൽ പോകുന്ന പയ്യനാണ്. അപ്പം കുഞ്ഞും കൂടെ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. പിന്നെ പുറത്ത് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.